ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വയനാട് ബത്തേരി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. ഗംഭീര ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ റിസോർട്ടാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഫോഗടിച്ച് ചാറ്റൽ മഴ കൊണ്ട് നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ്. അതുമാത്രമല്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 പേർക്ക് പിള്ളേർക്കൊക്കെ ഒരുമിച്ചിട്ട് ഒരു റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ കപ്പിൾസിന് പറ്റിയ റൂംസ് ഉണ്ട്, ഫ്രണ്ട്സിന് പറ്റിയ റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നർ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സൗകര്യം കൂടിയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. എല്ലാവരും കാണാൻ വിട്ടുപോകരുത്. കാരണം അത്രത്തോളം ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ. കാരണം ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൂള് അതല്ലെങ്കിൽ കുറച്ച് പേർക്ക് എൻജോയ് അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഈ വഴി ഇങ്ങനെ നടന്നു പോണത് ശരിക്കും കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുള്ള ഒരു റിസോർട്ടാണ്. അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ആദ്യം നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാം. പിന്നെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് ലൈവായിട്ട് ഇരുന്ന് കഴിക്കാം. അതുപോലെ മാങ്ങ കാര്യങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ വഴി അങ്ങോട്ട് പോണതൊക്കെ ഒരേ വില്ലകളാണ്. ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ വില്ലകളാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള ഗെയിംസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മളെ ഒരു നല്ലൊരു കപ്പിൾ ഷൂട്ട്, അതുപോലെ കപ്പിൾസിനൊക്കെ ഊഞ്ഞാലാടാൻ പറ്റിയൊരു സംഭവം. അതുപോലെ തന്നെ അവിടെ 2-3 വില്ലകൾ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ 10 പേർക്ക് താമസിക്കാനുള്ള ഒരു റൂം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ പിള്ളേർ എല്ലാവരും കൂടി ഒരു റൂമിൽ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് ആന വന്നിട്ട് ഈ മരത്തിൽ നിന്നാണ് ചക്ക പറിച്ചത് 2 ദിവസം മുന്നേ. കാരണം അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇന്നലെ നൈറ്റൊക്കെ ഞങ്ങൾ പോയിട്ട് ആനകളുടെ ഒക്കെ കണ്ടിട്ട്, അതുപോലെ ഒരുപാട് മൃഗങ്ങൾ, മാന് കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ വീഡിയോയുടെ താഴെ വരുന്നുണ്ട്. ഇത് മോർണിംഗത്തെ ഷൂട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കാണുന്നത് നല്ലൊരു ലൊക്കേഷൻ, ഗംഭീര ലൊക്കേഷൻ. കാരണം ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ. അതുമാത്രമല്ല നല്ല ഹാപ്പി ആയിട്ട് ഒരാളും ചാറ്റൽ മഴ ഉണ്ടില്ലേ, നല്ല ഫോഗായിരുന്നു മോർണിംഗിലൊക്കെ. ആ സമയം ഞാൻ ഇപ്പോൾ എടുക്കുന്ന സമയം 9:30 മണിയാണ്. എന്നിട്ടും ഇവിടെ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന ഫുൾ ആംബിയൻസ് ആയിട്ടുള്ള പിന്നെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാണ്ട്. തൊട്ടപ്പുറത്ത് ഗംഭീര പൂളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടി കഴിക്കാൻ പറ്റിയ ടയറൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് കണ്ടാ. ഓക്കെ, ഇനി നമ്മൾ പൂളിലേക്കാണ് പോകുന്നത്. പൂളിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞതാ ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കുന്ന, ചാടാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചാടും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ഒരു ഏരിയ അപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രണ്ട്സുകൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ. പിന്നെ ഇവിടെ മെയിൻ ഒന്നും കൂടി ഒരു പൂളുണ്ട് കേട്ടോ, പ്രൈവറ്റ് പൂളുണ്ട്, കപ്പിൾസിന് മാത്രമായിട്ടുള്ള പൂള് ഒരു റൂമിൻ്റെ തൊട്ടടുത്ത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പിൾസിൻ്റെ പ്രൈവറ്റ് പൂള് കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു വില്ലയിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴ ആയതുകൊണ്ട് വഴുക്കൽ എന്തായാലും ഉണ്ട്. നമുക്ക് ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഡോർ തുറക്കണം. തുറന്നു കഴിഞ്ഞാൽ കാണാം. യെസ്, ഇതാണ് പ്രൈവറ്റ് പൂള്. കണ്ടില്ലേ, ഇത് കപ്പിൾസിന് മാത്രമായിട്ടുള്ളൊരു പൂളാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫാമിലീസിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഈ റൂം എടുക്കാനായിട്ട്. നമ്മളെന്തായാലും ഈ ഒരു പൂളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഈ റിസോർട്ടിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫ്രീ ആയിട്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ആയിട്ടും കപ്പിളായിട്ടൊക്കെ വരിക, എല്ലാവരോടും ഒരു പ്രാവശ്യം വന്ന് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും ഇവിടുത്തെ മൂഡ് എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത്. കണ്ടില്ലേ, ഒരു ഡാർക്ക് ഫീലാണ്. പക്ക ഡാർക്കായിരിക്കും, ഫുൾ ലൈറ്റൊന്നുമില്ല. കണ്ടില്ലേ, ചെറിയൊരു ലാമ്പ് ലൈറ്റും കാര്യങ്ങളും സെറ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ പിള്ളേർക്ക് പറ്റിയ റൈഡ് ചെയ്യാൻ പറ്റിയ സൈക്കിൾസാണ് ഇരിക്കുന്നത്. വലുതുണ്ട്, ചെറുതുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പിള്ളേർക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ സൈക്കിളാട്ടോ. ഈ റിസോർട്ടിൽ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരുപാട് ലൊക്കേഷനുകളുണ്ട്, അതിലൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നമ്മൾ പോണത് നല്ല കട്ടൻ ചായ കുടിച്ചിട്ട്
ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കട്ടൻ ചായ കുടിക്കാം. ഓക്കെ, കട്ടൻ ചായ ആദ്യം എടുക്കണ്ടേ? ഈ എടുത്താ പറഞ്ഞാ വാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നവാസ്കാടെ റിസോർട്ടിലാണ്. എന്താ പറയുക, എല്ലാം കൊണ്ടും ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഹാപ്പി ആക്കി ഇങ്ങോട്ട് തരും. നമ്മളിങ്ങോട്ട് വന്ന് ബുക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ കാണുന്ന ഈ ലൊക്കേഷനും ഇനി ഇവിടെ പുറത്ത് എവിടെയൊക്കെ ലൊക്കേഷൻ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ പിള്ളേർ ഓണായിട്ട് നമുക്ക് കാണിച്ചു തരും. ഒരു നെഗറ്റീവ് പോലും നമുക്ക് കാണാണ്ടാവില്ല. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നതാണ്. ഇതുവരെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അത്രത്തോളം ലൊക്കേഷനിലും അത്രത്തോളം ഇവിടെ തന്നെ അത്യാവശ്യം നമുക്ക് കാണാനും അതുപോലെ പൂളിൽ കുളിക്കാനും എല്ലാം കൊണ്ടും. പിന്നെ ഈ ഒരു വൈബിൽ ഈ ഒരു കട്ടൻ ചായ കുടിച്ച് ഈ കാണുന്ന ലൊക്കേഷനിൽ ആഹാ എന്താ രസം. നമസ്കാരം, സെറ്റല്ലേ? അടിപൊളി. ഈ ഒരു ലൊക്കേഷനിലൊക്കെ എന്ത് വൈബാ, എന്ത് കാറ്റാ, എന്ത് കൂളിങ്ങാ. ഇപ്പം സമയം ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക്. അരുവിക്ക് നോക്കി നമ്മൾ വരുന്നത് ആദിവാസികളാട്ടാ. ഇവിടെ പണിയെടുക്കുന്ന ഈ ഒരു ഏരിയയിലൊക്കെ പണിയെടുക്കുന്ന ആദിവാസികളാണ്. അതുപോലെ ഇതിൻ്റെ അരുവികൾ അടിപൊളിയാണ്. അതിൻ്റെ താഴെ കാണണ്ട നോക്കിയേ, അരെണ്ണങ്ങൾ 2 അങ്ങനെ പോണ്. ഇതിൽ അത്യാവശ്യം മീനുകളുണ്ട്. ഇതിൽ നമുക്ക് ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ പറ്റും, വലറിഞ്ഞ് മീൻ പിടിക്കാൻ പറ്റും. നല്ല ഫ്രഷ് കരിമീനും കട്ട്ലയും അതുപോലെ അതിലൊരു മീൻ കൂടി ഇല്ല, എന്താ പറയുന്നത്, വരാല് വലിയൊരു വരാലുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് പിടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പൊരിച്ചിട്ട് വഴി തരും. അതുപോലെ തന്നെ അൽഫാം, നൈറ്റൊക്കെ നല്ല അൽഫാം അടിപൊളി സൂപ്പർ സാധനമായിരുന്നു ഇന്നലെ. വരുന്ന ഗസ്റ്റ് ഹാപ്പി ആണോ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഹാപ്പി. അപ്പോൾ വരുന്ന നമ്മളത്രയും എന്താ പറയുക ഹാപ്പി ആക്കി വിടണം. ഓരോ ടൈമും നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ പിള്ളേർക്കൊന്നും പറയണ്ട. പിള്ളേരൊക്കെ കാരൻസ് ആയാലും സൈക്കിളായാലും പൂളായാലും പിന്നെ അവിടെ കാണുന്ന ആ ഒരു റൈഡേഴ്സ് എല്ലാ സംഭവങ്ങളും ഞാൻ കണ്ടു അടിപൊളി, ഒന്നും പറയാനില്ല. ഇതാ പിള്ളേരൊക്കെ ചൂണ്ടണ നോക്ക്. കിട്ടിയാ മീൻ കിട്ടിയാ? സെറ്റല്ലേ? ഓണല്ലേ? ഇത് മാത്രമല്ല കേട്ടാ, ഒരുപാട് ഇതിൻ്റെ അപ്പുറം ഒരുപാട് ലൊക്കേഷൻ. ഇന്നലെ ഇതാ അവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു, ചക്കൊക്കെ പറിച്ചോണ്ടേ. ഇവിടുത്തെ ചക്കൊക്കെ പറിച്ചോണ്ടേ ആന. അപ്പോൾ അടിപൊളി മഴയാണ് റിസോർട്ടിൽ. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ മോർണിംഗിൽ തന്നെ വന്നിട്ട് നല്ല എന്താണെന്നുള്ള അറിയില്ല, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് 2 ഇത്താമാരാണ്. ഇത് അവിടെ നല്ല തിരക്കിലാണ് അവർ. ഇന്ന് സ്പെഷ്യൽ എന്താ? നമുക്ക് സ്പെഷ്യൽ എന്തല്ലേ? ഭൂരി മസാല അല്ലേ? നല്ല അടിപൊളി ഭൂരി റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ഭൂരിയാണ്. അതുപോലെ തന്നെ നമുക്ക് മസാല ഉണ്ട്. നല്ല ലൈവായിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഡൈനിങ് അവിടെ ആണ്. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇല്ല ഇതിലൊക്കെ ഭൂരി റെഡിയാണ്, മസാല റെഡിയാണ്. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഹെവി ഐറ്റം ഒന്നല്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പുട്ട്, കടല, ഭൂരി, ഇഡ്ഡലി, പിന്നെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് റിസോർട്ടിൽ ആൾക്കാർ കുറവാണ്, എല്ലാവരും ബുക്ക് ചെയ്ത് വരണുള്ളൂ. അപ്പോൾ നമ്മളിന്ന് നേരത്തെ വന്ന് ഈ റിസോർട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടുള്ള സെറ്റപ്പാണ് ഈ ഒരു കാണുന്നത്. അവിടെ നോക്ക്, റിസോർട്ട് വൈഡ് കാണിച്ചിട്ട് ഇല്ല, നല്ല നീറ്റായിട്ടാണ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്, എല്ലാവരും കാണാം. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തേക്കാണ് പോണത്. ഈ വില്ലയിൽ നിന്ന് പുറത്തുനിന്ന് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ഈ ബത്തേരിയിൽ. ആ ഒരു സംഭവങ്ങൾ കാഴ്ചകളൊക്കെയാണ് ഇനി അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. നമ്മൾ പോണത് ഇനിയിപ്പോൾ ആനനെ, അതുപോലെ തന്നെ മാനിനെ, പിന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മളെ പിള്ളേരെല്ലാവരും ഓണാണ്. അപ്പം നിങ്ങൾ കൂടി നമുക്ക് ഫോട്ടോഷൂട്ട്, വെഡിങ്ങിന് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ കിട്ടി ഗൈസ്. നമ്മളെ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇന്നലെ നൈറ്റ് വന്ന് ആനനെയും മാനിനൊക്കെ കണ്ട ലൊക്കേഷൻ ആട്ടോ ഇത്. നമുക്ക് ഇവിടെ മീൻ ഇറങ്ങാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. അതുപോലെ പോസ്റ്റ് വെഡിങ് അടിപൊളി ലൊക്കേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ട്, അവർക്കൊക്കെ ഇവിടെ വന്ന് പ്രീ വെഡിങ് ഷൂട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആംബിയൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വെഡ്ഡിങ് വീഡിയോസുകൾ വരുന്നുണ്ട്.
വ്ളോഗുകൾ വരുന്നുണ്ട്, ഫുഡിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മളിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നല്ല നല്ല വീഡിയോസൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അടിപൊളി സാധനം വരുന്നുണ്ട്. വാ, നമ്മളിപ്പോൾ കൂട് വാ, സെറ്റ്.